എല്ലാവർക്കും നമസ്കാരം. എൻ്റെ പേര് രാജേഷ് മുല്ലക്കലാണ്. ഞാൻ മിത്ര ആസ്ട്ര അക്കാദമിയുടെ ബാച്ച് 1 സ്റ്റുഡൻറ്റ് കൂടിയാണ്. അപ്പോൾ ഇന്ന് ഞാൻ നിങ്ങൾക്കോട് പറയാൻ പോകുന്നത് എന്താണെന്ന് പറഞ്ഞാൽ നമ്മൾ കാലഘട്ടത്തിൻ്റെ കാവ്യനീതി എന്നൊക്കെ പറയുന്നുണ്ടല്ലോ, അതുപോലെ തന്നെയാണ്. എന്താണെന്ന് പറഞ്ഞാൽ ഞാൻ ഇവിടെ തന്നെ എഴുതി വെച്ചിട്ടുണ്ട്. നമ്മൾ പറഞ്ഞാൽ ഓരോ മനുഷ്യന്മാരും ജനിക്കുമ്പോൾ പണ്ട് കാലത്തിലെ ആസ്ട്രോളജിയിൽ ഇപ്പോഴും അതുപോലെ തന്നെ ആസ്ട്രോളജിയിൽ കറക്റ്റായിട്ട് ഓരോ ദശാകാലങ്ങൾ കറക്റ്റായിട്ട് പറഞ്ഞിട്ടുണ്ട്. ആ ദശാകാലങ്ങൾ നമ്മൾ പറയുമ്പോൾ തന്നെയാണ് ഏകദേശം കണ്ടോ, കേതുർദശ 7 വർഷമായിട്ട് വരും. കേതുർദശ 7 വർഷം, അത് കഴിഞ്ഞ് ശുക്രദശ 20 വർഷം, അത് കഴിഞ്ഞാൽ പിന്നെ സൂര്യദശ 6 വർഷം, ചന്ദ്രൻ 10, ചൊവ്വ 7, രാഹു 18, ഗുരു 16, അതുപോലെ തന്നെ ശനി 19, ബുധൻ 17. മൊത്തം നമുക്ക് 120 വർഷമാണ് വരുന്നത്. ഈ 120 വർഷത്തെ ഈ മൊത്തത്തിൽ നമ്മൾ ആഡ് ചെയ്യുന്ന സ്ഥലം 120 വർഷം വരും. ഇപ്പം നമ്മൾ ഏതെങ്കിലും മനുഷ്യന്മാർ 120 വർഷം ജീവിച്ചിരിക്കുന്നുണ്ടോ ഒന്ന് നിങ്ങൾ തന്നെ ചിന്തിക്കുക കേട്ടോ. അതുകൊണ്ടാണ് എം തിയറി അതിനെ വളരെ വ്യക്തമായിട്ട് നമുക്ക് ആവശ്യമുള്ള കാര്യങ്ങൾ മാത്രം, നമ്മുടെ ജീവിതത്തിൽ എന്താണോ ആവശ്യം അത് മാത്രം ഉപയോഗിച്ചാൽ പോരെ. അതുപോലെ തന്നെ മിത്രൻജി നമ്മളോട് പറഞ്ഞു തരുന്നത്, മിത്രൻജി ക്ലാസ് എടുത്ത് തരുന്നുണ്ട്. ഇതിൽ നിങ്ങളുടെ ജീവിതത്തിൽ ആരാണോ ഈ എം തിയറിൽ പഠിക്കുന്നത്, അതല്ലെങ്കിൽ ജാതകം നോക്കാൻ എം തിയറിയുമായിട്ട് ജാതകം നോക്കാൻ ഞങ്ങളുടെ അടുത്ത് വരുന്നത്, അത് നിങ്ങളുടെ ജീവിതത്തിൽ എത്രത്തോളം വളരെ കറക്റ്റ് ആണെന്ന് നോക്കിയതിന് ശേഷം അഭിപ്രായം പറഞ്ഞാൽ മതി എന്നാണ്. ഞങ്ങളെ പഠിപ്പിക്കുമ്പോൾ തന്നെ പറഞ്ഞിട്ട് ഓരോ കാര്യങ്ങളും പഠിപ്പിക്കുമ്പോൾ ഞങ്ങൾക്ക് ഞങ്ങളുടെ ജാതകം എടുത്തിട്ടാണ് പറഞ്ഞു തന്നിട്ടുള്ളത്. ക്ലാസ്സിൽ എല്ലാവരുടെയും പരമാവധി എല്ലാവരുടെയും ജാതകം എടുത്തിട്ട് അത് വളരെ കറക്റ്റ് ആണോ എന്നാണ് പറഞ്ഞു തരുന്നത്. അതുകൊണ്ട് ജാതകം നിങ്ങൾ എം തിയറി പഠിച്ചു കഴിഞ്ഞാലുള്ള ഗുണങ്ങളും ഇതുപോലെ തന്നെയാണ്. നിങ്ങൾക്ക് വരാൻ പോകുന്ന കാര്യങ്ങൾ വളരെ വ്യക്തമായിട്ട് തന്നെ അറിയും. എന്തുകൊണ്ടാണ് ജീവിതത്തിൽ ഇങ്ങനെ വന്നു പോയതെന്നും അറിയാൻ പറ്റും. ഇന്ന് ഞാൻ നിങ്ങൾക്ക് വളരെ വ്യക്തമായിട്ട് ഒരു കാര്യം കൂടി പറഞ്ഞുതരാം. എന്താണ് രാഹുകേതുക്കൾ? ഇപ്പോൾ എല്ലാവരുടെയും ജാതകത്തിൽ രാഹുകേതുക്കൾ എല്ലാത്തിലും ഉണ്ടാവും. ഈ രാഹു ചിലപ്പോൾ ഇവിടെ ആയിരിക്കാം, അപ്പോൾ കേതു ഇവിടെ ഉണ്ടാവും. അതാണല്ലോ, കേതു ഇവിടെ ഉണ്ടാവും. രാഹു കേതു ഇവിടെ ഉണ്ടാവും. ഈ കേതു ഇവിടെയുള്ള സമയത്ത് ഇതിൻ്റെ കറക്റ്റ് മിഡിൽ പോയിന്റ് ഇപ്പോൾ നമ്മൾ ജാതകത്തിൽ നിൽക്കുന്ന പോലെ തന്നെയാണ്. ഇപ്പോൾ ഗോചാരത്തിൽ രാഹു പൂരിട്ടാതി നക്ഷത്രത്തിലാണ് നിൽക്കുന്നത് കേട്ടോ. അതേപോലെ തന്നെ കേതു നിൽക്കുന്നത് പൂരം നക്ഷത്രത്തിലാണ്. അതുപോലെ തന്നെ ശുക്രൻ നിൽക്കുന്നതും പൂരം നക്ഷത്രത്തിലാണ്. ഇന്ന് ഗോചാരത്തിൽ, ഞാനിപ്പോൾ സംസാരിക്കുമ്പോൾ ഗോചാരത്തിൽ. അപ്പോൾ അതുപോലെ തന്നെയാണ് ഇപ്പോൾ കറക്റ്റ് പോയിന്റ് നിങ്ങളുടെ ജീവിതത്തിൽ ഇതുപോലെ സംഭവിച്ചിട്ടുണ്ടോ എന്ന് നിങ്ങൾ നോക്കാൻ വേണ്ടിയിട്ടാണ്. നിങ്ങൾക്ക് എല്ലാവർക്കും ആപ്ലിക്കേഷനിൽ അടിച്ചു നോക്കാം. വളരെ ഇതുപോലെ ഗൂഗിളിലെല്ലാം പോയി കഴിഞ്ഞാൽ ഫ്രീ ആയിട്ട് ആപ്ലിക്കേഷൻ ഉണ്ടാവും. നിങ്ങൾ അവിടെ നിന്ന് അടിച്ചു നോക്കുക. നിങ്ങളുടെ ഡേറ്റ് ഓഫ് ബർത്തും ടൈമും അടിച്ചതിന് ശേഷം ഇന്ന് ഗോചാരത്തിൽ ഇപ്പോൾ രാഹുവും കേതുവും ഇവിടെ നിൽക്കുന്നത് പോലെ തന്നെ ഇപ്പോൾ ഇതിന്റെ കറക്റ്റ് പോയിന്റ് ആണ്, കൺജക്ഷൻ പോയിന്റ് ഇവിടെ മിഡിൽ പോയിന്റ് എന്ന് പറയും. ഈ പോയിന്റിൽ ഇപ്പോൾ രാഹുവും ഇവിടെ കേതു നിൽക്കുന്നുണ്ട്. ഓക്കെ, ഈ കേതു നിൽക്കുമ്പോൾ നിങ്ങളൊരു കാര്യം എല്ലാവരും ശ്രദ്ധിക്കുക. ഇത് പറയുന്നത് ഇവിടെ നിൽക്കുന്ന ഗ്രഹങ്ങൾ, ജാതകത്തിൽ ഏതെങ്കിലും ഗ്രഹങ്ങൾ ഇവിടെ ഉണ്ടെങ്കിൽ അതിൻ്റെ എനർജി അവിടെ കാണിക്കും. അതുപോലെ തന്നെ ഇവിടെ ഏതെങ്കിലും ഗ്രഹങ്ങൾ ഉണ്ടെങ്കിലും അതിൻ്റെ എനർജി നിങ്ങൾക്ക് കറക്റ്റായിട്ട് കാണിക്കും. എന്താണെന്ന് പറഞ്ഞാൽ നമ്മളുടെ ജീവിതത്തിൽ അത് ആദ്യം ഗുരുനാഥൻ പഠിപ്പിച്ചു തരുന്നു. പിന്നെ നമ്മുടെ ജീവിതത്തിൽ ഈ പോയിന്റിൽ കൂടെ കടന്നു പോകുന്ന സമയത്ത് നമ്മുടെ ജീവിതത്തിൽ എന്തെങ്കിലും അനുഭവങ്ങൾ വന്നിട്ടുണ്ടോ എന്നാണ് ആദ്യം നോക്കേണ്ടത്. എൻ്റെ ജീവിതത്തിൽ വന്നിട്ടുണ്ടായിരുന്നു, എൻ്റെ ജീവിതത്തിൽ സൂര്യൻ ഇവിടെയാണ്, എൻ്റെ ജാതകത്തിൽ സൂര്യൻ എവിടെ നിൽക്കുന്നുണ്ട്. ഈ കറക്റ്റ് പോയിന്റിലൂടെ കേതു കടന്നു പോകുന്നതാണ് എൻ്റെ അച്ഛൻ മരണപ്പെട്ടിരിക്കുന്നത്. അപ്പോൾ അനുഭവത്തിൻ്റെ വെളിച്ചത്തിലാണ് ഞാൻ പറയുന്നത്, അനുഭവമില്ലാതെ എൻ്റെ ജാതകത്തിൽ നോക്കുമ്പോൾ ഓരോ അനുഭവങ്ങളും വളരെ വ്യക്തമായിട്ടാണ് പറഞ്ഞു തരുന്നത്. അതുപോലെ തന്നെ ഇനി നമ്മുടെ മക്കളുണ്ടാവും. ഇത് വരും തലമുറയ്ക്കാണ്. ഇപ്പം നമ്മുടെ ജീവിതങ്ങളിൽ എങ്ങനെ പോയിക്കൊണ്ടിരിക്കുന്നുണ്ടെങ്കിലും ഇനി പറയാൻ പോകുന്നതെല്ലാം കറക്റ്റായിട്ട് വരും തലമുറയ്ക്ക് നമ്മൾക്കൊരു മക്കളുണ്ടെങ്കിൽ, ഒരു മകനോ മോളോ ഉണ്ടെങ്കിൽ ഈ സമയത്ത് ഒന്നാമത് കാര്യം നോക്കുക, കറക്റ്റായിട്ട് ഈ രാഹുർദശ നടന്നുകൊണ്ടിരിക്കുന്ന ഒരു വ്യക്തിയാണെങ്കിൽ പല മായക്കാഴ്ചകളിലും പോകും. ആ കുട്ടീനെ പല മായക്കാഴ്ചകളിലൂടെയും പോയി കഴിയും. ആ മായക്കാഴ്ചകൾ മാറ്റുവാനാണ് നമ്മളിവിടെ ജാതകം നോക്കാൻ പറഞ്ഞത്. എന്തുകൊണ്ടാണ് ആ കുട്ടിക്ക് മായക്കാഴ്ചകൾ വന്നത്? രാഹുർദശ നടക്കുമ്പോൾ ആ കുട്ടി പല വഴിക്കും ചിന്തിക്കും. അതുപോലെ ഇന്നത്തെ തലമുറയാണെങ്കിൽ പല വിധമായിട്ടുള്ള, അതുപോലെ കെമിക്കലായിട്ട് ശരി, രാഹു മദ്യപാനത്തിനോ അല്ലെങ്കിൽ മയക്കുമരുന്നുകൾക്കോ എന്തിനെല്ലാം അടിമപ്പെടാൻ ചാൻസ് ഉണ്ട്. അതുകൊണ്ട് ആ കുട്ടിയുടെ ഇവിടെ ഏത് ഗ്രഹമാണോ ഇരിക്കുന്നത് ആ ഗ്രഹത്തിന്റെ കാരകത്വം കൂടി അവിടെ വർക്ക് ചെയ്യും. അത് കറക്റ്റായിട്ട് വർക്ക് ചെയ്യാതിരിക്കാൻ രാഹു മൊത്തം കീഴടക്കിക്കൊണ്ടിരിക്കുകയാണ്. ആ സമയങ്ങളിൽ നമ്മളുടെ മക്കളെ സംരക്ഷിക്കേണ്ട കടമ നമുക്ക് തന്നെയാണ്. അതുപോലെ തന്നെയാണ് പിന്നെ ഒരു കാര്യം കൂടി ഉണ്ട്. ഇതേപോലെ തന്നെ ഇവിടെ കേതു ഉണ്ട്. ഈ കേതുവിൻ്റെയും കാരകത്വം ഇവിടെ മൊത്തം കീഴടക്കിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഇവിടെയും അതുപോലെ സംഭവിച്ചുകൊണ്ടിരിക്കും. അതുപോലെ തന്നെ ഇപ്പം നോക്കിയ ജാതകങ്ങൾ ഇവിടെ ശനിയാണ് കൂടെ ഉണ്ടായിരുന്നത്. ഇപ്പോൾ ഞാൻ നോക്കിക്കഴിഞ്ഞ ജാതകമാണ്. ഇപ്പം ശനി അവിടെ ഉള്ള ജാതകമായിരുന്നു. അവിടെ ഇപ്പോഴാണ് സർജറി നടക്കുന്നത്. അതും ഒരു ഡോക്ടറുടെ വീട്ടിലാണ്.
അപ്പോൾ ഇത്രയും പെർഫെക്റ്റ് ആയിട്ട് ഞങ്ങൾ പറഞ്ഞു തരുന്ന പറഞ്ഞാൽ വരും തലമുറയ്ക്ക് നല്ലതുപോലെ മാറ്റം വരുത്താൻ വേണ്ടിയിട്ടാണ്. അതുപോലെ തന്നെ നമ്മുടെ ജീവിതത്തിൽ നമ്മൾ ജാതകം എം തിയറി പഠിച്ച് ജാതകം നോക്കിക്കൊണ്ടിരിക്കുമ്പോൾ നമ്മൾക്ക് വരാൻ പോകുന്ന പ്രശ്നം തന്നെ, നമ്മൾ കുറേ ജാതകങ്ങൾ നോക്കുമല്ലോ, ആ ജാതകങ്ങൾ നോക്കുമ്പോൾ നമ്മളെ പറ്റിയ കറക്റ്റായിട്ട് അതേ സെയിം ജാതകങ്ങൾ കിട്ടും. അവരുടെ ജാതകത്തിലൂടെ ഏതെല്ലാം വഴികളിലൂടെ കടന്നു പോയിട്ടോ അതേ സെയിം ആയിട്ട് തന്നെ നമുക്ക് അതിൽ നിന്ന് കുറച്ച് പഠിച്ചെടുക്കാൻ കൂടി പറ്റും. അപ്പോൾ എം തിയറി പഠിക്കുന്നവർ വളരെ ശ്രദ്ധിക്കുക. നിങ്ങളുടെ ജീവിതത്തിൽ ഇങ്ങനെ പല മാറ്റങ്ങളും അത്ഭുതകരമായിട്ട് കാണിക്കാൻ പറ്റും. അതുപോലെ തന്നെയാണ് പിന്നെ ഞാൻ പറയാറുണ്ട് എപ്പോഴും, ഇവിടെ മിത്ര ആസ്ട്രോ അക്കാദമിക്ക് വേണ്ടി ഞാൻ രാജേഷ് മുല്ലക്കൽ, അതുപോലെ മാലിന്യ ചേച്ചി, അതുപോലെ തന്നെ രമ്യ ചേച്ചി, സിജിത്ത് ഏട്ടൻ, ഷിബിൻ ചേട്ടൻ, അതുപോലെ ദാസ്, അതേപോലെ അഗ്നിച്ചേട്ടൻ്റെ അപ്പോയിൻമെൻറ്റ് വേണ്ടവർക്ക് ഇവിടെ തന്നെ വിളിക്കാം. അതുപോലെ തന്നെയാണ് പിന്നെ വിനീത് ചേച്ചി അപ്പോയിൻമെൻറ്റ് എടുത്തുകൊണ്ടിരിക്കുന്നുണ്ട്. ഇവരെല്ലാം അപ്പോയിൻമെൻറ്റ് എടുത്ത് ഓഫീസിലേക്ക് വിളിച്ച് അപ്പോയിൻമെൻറ്റ് എടുക്കാൻ പറയുന്ന 2 കാര്യങ്ങൾ പറയുന്നുണ്ട്. എന്താണെന്ന് പറഞ്ഞാൽ, ഞങ്ങളോട് സംസാരിച്ചതിന് ശേഷം 10 മിനിറ്റോളം മിത്രഞ്ചിയോട് സംസാരിക്കാം. നിങ്ങൾക്ക് അവസരം കിട്ടും. അതിനുശേഷം ഇപ്പം നിങ്ങളിപ്പോൾ ഒരു കുട്ടി ഇപ്പം ജനിച്ചു എന്ന് വെക്കുക, ഈ ഭൂമിയിൽ ഒരു കുഞ്ഞാവ് ജനിച്ചു, ആ കുട്ടിയെ ഏത് ലെവലിൽ വളർത്തണം, ആ കുട്ടിക്ക് എന്ത് ബെനിഫിറ്റ് എല്ലാം ജീവിതത്തിൽ ഉണ്ടാക്കാൻ പറ്റും, അതുപോലെ തന്നെ നിങ്ങൾക്ക് ഷെയർ മാർക്കറ്റുമായിട്ടോ അതിനെല്ലാത്തിനും ഇവിടെ ദിലീപേട്ടനുണ്ട് കേട്ടോ. നിങ്ങളോട് സംസാരിക്കാൻ, ഒരു കുടുംബത്തിനെ ഭദ്രതപ്പെടുത്താനും എങ്ങനെയാണോ ക്യാഷ് എല്ലാം നമ്മൾ കൈകാര്യം ചെയ്യേണ്ടത് ഇതെല്ലാം പറഞ്ഞു തരാൻ വേണ്ടി ഇവിടെ ദിലീപേട്ടനുണ്ട്. അതാണ് ഓഫീസിലേക്ക് വന്ന് അപ്പോയിൻമെൻറ്റ് എടുക്കുന്നവർക്ക് 2-3 കാര്യങ്ങൾ ഒരുമിച്ചാണ്. പിന്നെ നമ്മൾക്ക് ഇവിടെ തൃശ്ശൂരാണ് ഓഫീസിലാണ്. തൃശ്ശൂർ ഓഫീസ് തുടങ്ങിയിട്ട് ഇതുപോലെ ഞങ്ങൾ കറക്റ്റായിട്ട് വളരെ വ്യക്തമായി പറഞ്ഞ് നമ്മുടെ അഡ്രസ്സ് അടക്കം കൊടുത്തിട്ടാണ് ഞങ്ങളുടെ ഫോൺ നമ്പറിൽ വിളിക്കാം. ഇതിനെല്ലാത്തിനും നിങ്ങൾക്ക് സൗകര്യമുണ്ട്. നേരിട്ട് വരാം, ഓഫീസ് കണ്ടിട്ട് നിങ്ങൾ അപ്പോയിൻമെൻറ്റ് എടുക്കാം. ഇതാണ് ഞങ്ങളുടെ ഗ്യാരണ്ടി. ഇതിലും വെച്ച് കൂടുതൽ ഒരാൾക്ക് ഗ്യാരണ്ടി തരാൻ കഴിയില്ല. പിന്നെ മിത്രഞ്ചി ചെയ്തിട്ടുള്ള രാവണ സീരീസ് എല്ലാം 4-5 വർഷങ്ങൾക്ക് മുന്നേ ചെയ്തിട്ടുള്ള 4-5 വർഷങ്ങൾക്ക് മുന്നേ ഈ സീരീസ് എല്ലാം ഇവിടെ ചെയ്തിട്ടുണ്ട്. അതിൽ ഏത് നക്ഷത്രമാണോ എവിടെയാണെന്നൊക്കെ അതിൽ വളരെ വ്യക്തമായിട്ട് പറഞ്ഞിട്ടുണ്ട്. പക്ഷേ ഇവിടെ മിത്രഞ്ചിക്ക് ഒരുപാട് വ്യൂസ് ഉണ്ടാവും. പിന്നെ നമുക്ക് നമ്മുടെ ചാനൽ വളരാൻ വേണ്ടിയിട്ട് വേണമെങ്കിൽ മറ്റുള്ളവരെ കുറ്റം പറയാമല്ലോ. ഈ കുറ്റം പറയൽ കൂടെ നേരായ വഴിക്ക് ചാനലിൽ കിട്ടുന്നില്ല എന്ന് പറഞ്ഞാൽ അപ്പോൾ നമ്മൾ മറ്റുള്ളവരെ കുറ്റം പറഞ്ഞേ പറ്റൂ. ആ കുറ്റം പറയുമ്പോൾ വ്യൂസുകൾ കിട്ടായിരിക്കും. അത് ഞങ്ങൾക്ക് അറിയേണ്ട ആവശ്യമില്ല. ഞങ്ങൾ ചെയ്യുന്ന കാര്യം വളരെ പെർഫെക്റ്റ് ആയിട്ട് ഞങ്ങൾ ചെയ്തുകൊണ്ടേയിരിക്കും. അപ്പോൾ ഇതുപോലെ തന്നെ ജാതകം നോക്കാൻ വരുന്നവർ വളരെ വ്യക്തമായിട്ട് നോക്കുക നിങ്ങളുടെ മക്കൾ. അതുപോലെ തന്നെ രാഹുർദശ മാത്രമല്ല ചൊവ്വാദശ നടക്കുമ്പോഴും ഇതുപോലെ വരുന്നുണ്ട് കേട്ടോ. അതെല്ലാം നിങ്ങളുടെ മക്കളുടെ ജാതകങ്ങൾ വളരെ വ്യക്തമായിട്ട് പറഞ്ഞ് നിങ്ങളുടെ മക്കൾ നല്ല രീതിയിലേക്ക്, നമ്മുടെ സമൂഹത്തിന് നല്ല രീതിയിലേക്ക് ഒരു വഴികാട്ടാൻ ഞങ്ങൾക്ക് കഴിയും. അതിന് ഞങ്ങളുടെ ഒപ്പം കൂടുക. അതിനുപോലെ തന്നെ ഞങ്ങളിപ്പോൾ വളരെ വ്യക്തമായിട്ട് ജാതകം നോക്കി പറഞ്ഞു തരുന്നതായിരിക്കും. അതുപോലെ തന്നെ ഓഫീസ് നമ്പറുമായിട്ട് ബന്ധപ്പെടാം. ഇതിലൊന്നും വിളിച്ചിട്ട് കിട്ടില്ല, എൻ്റെ ഇപ്പോൾ ഈ നമ്പറിൽ തന്നെയാണ്, എൻ്റെ യൂട്യൂബ് ചാനലിലാണ് ഈ വീഡിയോ വിടുന്നത്. അപ്പോൾ എൻ്റെ നമ്പർ ഞാൻ അതിൻ്റെ അടിയിൽ വെക്കുന്നുണ്ട്. നിങ്ങൾക്ക് ഓഫീസുമായിട്ട് വിളിച്ചിട്ട് കിട്ടുന്നില്ലെങ്കിൽ എന്നെ ധൈര്യമായിട്ട് വിളിക്കാം. പിന്നെ മിത്രഞ്ചിൻ്റെ ഓൺലൈൻ ക്ലാസ് ഈ മാസം തന്നെ, അടുത്ത മാസം നവംബർ 1 മാറ്റിയിരിക്കുന്നത്. എന്താണ് പറഞ്ഞാൽ, കുറച്ച് പേരുടെ ശമ്പളങ്ങളും കാര്യങ്ങളെല്ലാം കിട്ടിയിട്ട് അവർ കുറച്ച് പ്രോബ്ലങ്ങൾ ഉണ്ട്. കാരണം ഇവിടുന്ന് പുറത്ത് പോകാനുള്ളവരാണ്, അപ്പോൾ ലീവിന് വന്നിട്ടുള്ളവരാണ്. അതുകൊണ്ട് അവരുടെ സമയത്തിനും കൂടി മാറ്റിയിട്ടുള്ളതാണ്. നവംബർ 1 ആ ക്ലാസ് മാറ്റിയിട്ടുണ്ട്. പിന്നെ ഓൺലൈൻ ക്ലാസ് ഓഫ്ലൈൻ ക്ലാസ് ഇവിടെ 10 ദിവസത്തേക്ക് ഇവിടെ സ്റ്റാർട്ട് ചെയ്യാൻ പോണ്. ഈ മാസം 15 തന്നെ ഓഫീസ് നമ്പറുമായിട്ട് ബന്ധപ്പെടുക. ഓഫീസ് നമ്പറുമായിട്ട് ബന്ധപ്പെട്ട് കിട്ടിയില്ലെങ്കിൽ മാത്രം എൻ്റെ നമ്പറുമായിട്ട് വിളിക്കാം നിങ്ങൾക്ക്. അപ്പോൾ എല്ലാവർക്കും ഇന്നത്തേക്ക് ഇവിടെ വീണ്ടും കാണുന്നത് വരെ ഓക്കെ.